4 years വരെ ഒരു കുഞ്ഞു വളരുന്നത് ഫിസിക്കലി അല്ല, ബ്രെയിനാണ്. കുഞ്ഞു പിള്ളേർ 8 വയസ്സ് 6 വയസ്സുകാർക്കൊക്കെ ഇൻസ്റ്റഗ്രാം വന്ന് പറഞ്ഞതാണ് ഡോക്ടർ. എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ആണ്. മകളുടെ ആഗ്രഹം അമ്മ ഇല്ലാണ്ടായാൽ മതി. ശരിക്കും ഈ സോഷ്യൽ മൊബൈൽ അഡിക്ഷൻ ആണോ ശരിക്കും ഈ ബോണ്ടിങ് ഒക്കെ കുറഞ്ഞു വന്ന് ഇങ്ങനെയുള്ള? അവർക്ക് വേണ്ടതെന്താ? ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഒരു രക്ഷകർത്താവിന് കൊടുക്കുന്ന സാധനം ടൈം. അതെ, ഈ 14ാമത്തെ വയസ്സിൽ പോയി ഐ ലവ് യു പറയാൻ പറ്റത്തില്ല മക്കളുടെ. അതെ, ഇത് ഉണ്ടാവേണ്ടത്. അപ്പൊ കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് മെയ്ഡാണ് അമ്മയെന്നാണ്. വിത്തിൻ 1 week ഈ കുഞ്ഞ് ഫോണേ മറന്നു. പക്ഷെ കുഞ്ഞുങ്ങൾ നന്നാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എങ്ങനെ വേണം നിങ്ങളെ തീരുമാനിക്കുന്നേ. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ പറ്റില്ല. നിങ്ങൾ അടുത്ത വീട്ടിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പോലും അത് ആരാണെന്ന് പോലും അറിയില്ല. ഇപ്പോൾ നിറഞ്ഞ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്ന ഈ വലയം എന്ന സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഡോക്ടർ ജെൻസി ബ്ലസൻ, മെയിൻ ലീഡായി അഭിനയിച്ച ആഷ്ലി, ഇവരാണ് എൻ്റെ അതിഥി. നമസ്കാരം. എന്താണ് ശരിക്കും ഡോക്ടർ ഇതില്? ഞാൻ ഓട്ടിസം അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഫീൽഡിൽ ഒരു 18 years ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ മെയിൻലി ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അഡിക്ട്സാണ്. അതെ. അഡിക്ഷൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധനം യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, ഒരു ഹാപ്പി ഹോർമോൺസ്, ഡോപ്പമിൻസ് ഉണ്ടാവും. ഈ ഡോപ്പമിൻസ് കാരണം വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കുകയും വീണ്ടും വീണ്ടും ബ്രെയിൻ അതിനെ പ്രേരിപ്പിക്കുകയും അതില്ലാതെ എനിക്ക് പറ്റില്ല. അതാണ് ശരിക്കും ഒരു കട്ട് ഓഫ്. അതാണ് അഡിക്ഷൻ. അതാണ് അഡിക്ഷൻ. മനസ്സിലായി. പിന്നീട് ഇപ്പം അതിൻ്റെ ഒരു ലെയ്മൻ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു സ്റ്റേറ്റസ് ഇട്ടിട്ട് രാവിലെ ഇട്ട് വൈകിട്ട് നോക്കുന്നത് നോർമലാണ്. പക്ഷെ ഒരു സ്റ്റേറ്റസ് ഇട്ടിട്ട് ഓരോ മിനിറ്റിലും പോയി എത്ര പേര് അത് കണ്ടു റിഫ്രഷ് ചെയ്ത് അതുപോലെ ഏറ്റവും കൂടുതൽ ഈ മൂവി തന്നെ മോൾ അത് അഭിനയിക്കുന്നുണ്ട്. അതായത് ഫോൺ താഴെ വീണ് അതിന്റെ സ്ക്രീൻ പൊട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ആള് കൈയൊക്കെ വിറച്ചിങ്ങനെ ഇംപേഷ്യൻ്റ് ആയിട്ടിരിക്കുക. എക്സാക്ട്ലി. അതായത് ഈ അമ്മമാരൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഫോൺ തട്ടിപ്പറിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് അഡിക്ഷനാണ്. അല്ലാതെ സാധാരണ ഒരു സാധനം ഒരാൾ നമ്മളിൽ നിന്ന് മേടിച്ചാൽ നമ്മൾ വയലന്റ് ആവേണ്ട കാര്യമില്ല. ഇതെല്ലാം അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഡിജിറ്റൽ അഡിക്ഷൻ അതുപോലെ കുഞ്ഞു പിള്ളേർ ഏറ്റവും കൂടുതൽ. കാരണം ഇവരുടെയൊക്കെ ജനറേഷൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് മൊബൈൽ കണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നാണ് അവർ പറയുന്നത്. 10 അല്ല, അതിലും താഴെയുള്ള കുഞ്ഞുങ്ങളെ വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പോലും ഉണ്ട്. അതായത് ഈ മൊബൈൽ യൂസേജ് കാരണം അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. 4 years വരെ ഒരു കുഞ്ഞു വളരുന്നത് ഫിസിക്കലി അല്ല, ബ്രെയിനാണ്. ബൈ 4 years ബിനീഷയുടെ ബ്രെയിനും ഒരു കുഞ്ഞിന്റെ ബ്രെയിനും ഓൾമോസ്റ്റ് 80% ഡെവലപ്ഡ് ആവുന്നത് 4 വയസ്സിലാണ്. ഈ 4 വയസ്സിനുള്ളിൽ അവരുടെ ഓരോ എക്സ്പീരിയൻസസ് ആണ്. അപ്പൊ അവർ മണ്ണിൽ കളിക്കുന്നു, വെള്ളത്തിൽ ചാടുന്നു, വലിഞ്ഞു കയറി, ഇതെല്ലാം നേച്ചറുമായിട്ട് ഒരു കണക്ഷൻ വേണം. നേച്ചർ തന്നെ എക്സ്പീരിയൻസ്. കുഞ്ഞുങ്ങളോട് സംസാരിക്കുക, കളിക്കുക, ചിരിക്കുക, ഇങ്ങനെ മാത്രമേ അവരുടെ ബ്രെയിനിൽ ഡെവലപ്മെന്റ് വരൂ. ന്യൂറോണൽ കണക്ഷൻസ് ഉണ്ടാവുക, മാക്സിമം ന്യൂറോൺസ് ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്ത് എന്ത് പറ്റുന്ന ചിലപ്പോൾ സപ്പോസ് നമ്മൾ ഒരു കുഞ്ഞിനൊരു കഥ വായിച്ചു കൊടുക്കും. കഥ വായിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞ് ഇമാജിൻ ചെയ്യും വൺസ് ദേ ലീവ്ഡ് എ പ്രിൻസ്. അപ്പോൾ രാജാവിനെ ഇമാജിൻ ചെയ്യും, കൊട്ടാരം ഇമാജിൻ ചെയ്യും. ഇതിന് പകരം നമ്മൾ അപ്പം ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ഫ്രോണ്ടൽ ലോബിൽ എക്സ്പാൻഡ് ആവും. ആ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഇതിന് പകരം ഒരു സ്ക്രീൻ കാണുന്ന കുഞ്ഞ് ഈ ലൈറ്റും സൗണ്ടും എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഈ ഇമാജിനേഷൻ ഇല്ല. അവിടെ ഒന്നും ഒരു തോട്ട് പ്രോസസ് നടക്കുന്നില്ല. ഓവർലോഡ് ഓഫ് സെൻസറി ഇൻപുട്സ് ആണ്. ലൈറ്റ്, സൗണ്ട്, കളർ, ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കുറേ കഴിയുമ്പോൾ കുഞ്ഞ് നമ്മളിപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ ഒരു സ്ക്രീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യാനൊരു മടി വരും. നമുക്ക് അതിനോടൊരു അഫിലിറ്റി. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഗ്രാറ്റിഫിക്കേഷനാണ്. ഒരു ഗെയിം കഴിച്ചു, അപ്പോഴേ ടോക്കൺ കിട്ടി, അടുത്തതിലേക്ക് പോയി, ഇപ്പം ഈ രീതിയിൽ അവരുടെ ബ്രെയിൻ വയർഡാവും, ന്യൂറോളജിക്കൽ വയറിങ്. അപ്പോൾ ഗ്രാജുവലി കുഞ്ഞ് സൊസൈറ്റിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഇപ്പം കിട്ടണം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, പേഷ്യൻസ് ഇല്ല. ADHD, ഓട്ടിസം പോലെയുള്ള കേസസ് 1 in 35 ആണ്. അതൊരു അലാമിങ് റേറ്റ് ആണ്. അപ്പം അതിൻ്റെ ഇന്നത്തെ കാലത്ത് ഈ വിർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ ഓട്ടിസത്തിൻ്റെ അതേ സിംറ്റം, പക്ഷെ ഓട്ടിസം അല്ല. ഇത് ഫുള്ളി റിക്കവറബിൾ ആണ്. വിർച്വൽ ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കംപ്ലീറ്റ്ലി റിക്കവർ മാറ്റിയെടുക്കാൻ പറ്റും. അതാ ഡിജിറ്റൽ ഡീടോക്സ് ചെയ്താൽ അങ്ങനെ നമുക്ക്. പക്ഷേ കുഞ്ഞുങ്ങൾ ഇതിന് കൂടുതലായിട്ടും അഡിക്റ്റ്. കുഞ്ഞുങ്ങളാണോ കൂടുതലായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നത്? മാതാപിതാക്കൾ ഇപ്പോൾ ഈ സിനിമയിലാണേലും അച്ഛനായിട്ട് അഭിനയിച്ച രഞ്ജി പണിക്കർ മോൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ? അപ്പൊ അച്ഛനാണ് ശരിക്കും ആ കുഞ്ഞിനെ സ്പോയിൽ ചെയ്യുന്നത്. അമ്മ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട്. ബ്രദറും വളരെ
ആലോചിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ ആയി പോകുന്നല്ലോ. പക്ഷെ സ്നേഹത്തിൻ്റെ ഒരു മാസ്ക് കാരണം രഞ്ജി പണിക്കർ സാർ ഭയങ്കരമായിട്ട് മോളെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യും. അപ്പം അപ്പം ഫാമിലിയിൽ എല്ലാവരും ഒരുപോലെ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ അല്ലേ ആ ഒരു അഡിക്ഷൻ കുറയ്ക്കാമായിരുന്നു ആ മൂവിയിൽ. സിനിമ കാണുന്ന എല്ലാവർക്കും ഇത് കണക്റ്റ് ആവില്ലേ? തീർച്ചയായിട്ടും നമ്മളെല്ലാവരുമായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾക്കെല്ലാം ആഗ്രഹമുണ്ട്. ദിവസവും ഈവനിങ് സ്ക്രീൻ അവേഴ്സ് നോക്കുമ്പോൾ 5 hours 6 hours നോക്കുമ്പോൾ ഒരാഗ്രഹമുണ്ട് നാളെയെങ്കിലും ഇത് കുറയ്ക്കണം. പക്ഷെ വീണ്ടും വീണ്ടും ഇപ്പം നമ്മൾ പറയും എങ്ങനെ സ്ക്രീൻ അഡിക്ഷൻ കുറയ്ക്കാന്ന് പറഞ്ഞ് റീൽസ് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഒരു റീൽ ശരിക്കും അഡിക്ഷൻ മാറ്റണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ ഒരു റീൽ കാണുമ്പോഴത് മാറ്റി വെച്ചാൽ തീർന്നു, ഞാനിത് നിർത്തി. അങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷെ വീണ്ടും വീണ്ടും റീൽസ് അത് പാസ് ചെയ്ത് വീണ്ടും പിന്നെ റീൽസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇപ്പം കുറെ നേരം ഒരു കാര്യം ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. റീൽസ് ഇപ്പൊ 30 seconds 60 seconds ആയിട്ട് സ്ക്രോൾ ചെയ്ത് വിടുന്നതുകൊണ്ട് കുറെ ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അതുപോലെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ക്യാരക്ടർ. അതെ. പക്ഷെ ആ ഒരു കാര്യം കുറഞ്ഞ് അത് മനുഷ്യരോടൊന്ന് ചിരിക്കാൻ പോലും ആ ക്യാരക്ടർ മടിക്കുകയാണ്. അതെ അതെ, അതാണ് അതിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് ആ മൂവിയിൽ കാണുന്നത്. വളരെ ആക്റ്റീവായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു കുഞ്ഞ് ഈ ഒരു ഒറ്റ റീസൺ കാരണം, വീട് നല്ലതാണ്, നല്ല ഫാമിലി മെമ്പേഴ്സാണ്, സപ്പോർട്ടീവ് ആണ്, ഇല്ലേ? ചിലടത്ത് ഒരു അച്ഛനും അമ്മയും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഈ കേസിൽ അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല സപ്പോർട്ടീവ് ആയിട്ടൊരു ബ്രദറുണ്ട്. എന്നാൽ പോലും ഇന്നത്തെ കേസിൽ കുഞ്ഞുങ്ങൾ സഫർ ചെയ്യുന്ന അതാണ്, പേരൻസിന് സംസാരിക്കാൻ സമയമില്ല, കുഞ്ഞുങ്ങളോട് മിണ്ടാൻ സമയം, അതുകൊണ്ട്. പക്ഷെ ഇതിലെല്ലാം പോസിറ്റീവ് ആയിട്ടും ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കാരണം ആ കുഞ്ഞ് വിഡ്രോൺ ആവുകയാണ്. അതാണ് ശരിക്കും. രഞ്ജി സാറും അതുപോലെ തന്നെ മുത്തുമണിയാണ് അമ്മയും അച്ഛനായിട്ട്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെയുള്ള ഒരു അഭിനയം എക്സ്പീരിയൻസ്? എന്തെങ്കിലും ഉപദേശം തന്നിട്ടുണ്ടോ അവര്? ഉപദേശം അങ്ങനെയൊന്നും തന്നിട്ടില്ല. നല്ല ഫ്രീ ആണ്, രണ്ടാളും നല്ല ഫ്രീ ആണ്. നമുക്കിപ്പോൾ നമ്മൾ അഭിനയിക്കുകയാണെങ്കിൽ തന്നെ അഥവാ എന്തെങ്കിലും മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ വന്നാലും അത് ഓപ്പണായിട്ട് ശരിക്കും അച്ഛനമ്മ എങ്ങനെ പെരുമാറുക അതുപോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ റീടേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നും അങ്ങനെ വന്നിട്ടില്ല. രജി സാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അച്ഛാ വിളിക്കുന്ന ഒരു സീൻ, അച്ഛാ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ സീനൊക്കെ കണ്ട് സാർ സമം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മൈൻഡിലൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, രേവതി മാം പറഞ്ഞു ഇതാണ് സീൻ, അച്ഛൻ നിന്നെ ഉപദേശിക്കും, അപ്പോൾ എങ്ങനെ വേണ്ട വെച്ച് നീ ചെയ്തോ പറഞ്ഞു. അപ്പോൾ എനിക്കും ഓക്കെ, മൈൻഡിലൊന്നുമില്ല, ശരി എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ അച്ഛന്മാരെങ്ങനെയാണ് നമ്മളെ ഉപദേശിക്കുക ആ ഒരു ഫീല് വരുമല്ലോ. സാറിന് വേഗം പോയി ഇങ്ങനെ കെട്ടിപ്പിടിച്ച സാറ് ഓ മൈ ഗോഡ് ഷോക്കായി സാറ് കണ്ടിട്ട്. സാറ് അങ്ങനെ ഓരോ മൊമെന്റ്സ് സാർ നല്ലപോലെ എന്താ പറയാ ചേർത്ത് നിർത്തി നല്ല പ്രോത്സാഹനമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ സീനിലായിക്കോട്ടെ സാർ നല്ല അഭിപ്രായം തന്നിട്ടുണ്ടായിരുന്നു. മുത്തുമണി ചേച്ചി ആയിക്കോട്ടെ എല്ലാവരും നല്ല ഫ്രീ സപ്പോർട്ടായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. സിനിമ കണ്ടപ്പോൾ അച്ഛനും അമ്മയൊക്കെ എന്താ പറഞ്ഞ കണ്ടായിരുന്നു അവര് സിനിമ? അമ്മയും ഏട്ടനൊക്കെ നന്നായി പറഞ്ഞു, നന്നായി ചെയ്തിട്ടുണ്ട് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. കൂടുതലായിട്ട് ഇപ്പം കുട്ടികളാണ് കൂടുതലായിട്ട് പടം കാണാൻ വന്നത്. കുട്ടികളൊക്കെ വന്ന് എന്താ പറഞ്ഞു? അവരെങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അവരൊക്കെ വന്ന് എന്തെങ്കിലും പറഞ്ഞു? അവരൊക്കെ വന്നിട്ട് അവരോട് ടീച്ചർമാരോട് പറയാ, ടീച്ചർ ഞങ്ങൾ ഇത്ര അഡിക്ഷൻ ഒന്നും അല്ല അവരോട് പറഞ്ഞു. എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞങ്ങൾ ഗെയിം കളിക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഇനി ഇത്ര ഗെയിം ഇങ്ങനെ പൈസ ഒന്നും കൊടുത്ത് ഞങ്ങൾ കളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞു. എല്ലാവർക്കും നല്ല അഭിപ്രായം. അത് ഡേഞ്ചേഴ്സ് ഓഫ് സോഷ്യൽ മീഡിയ ആണ് അതിൽ കാണിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് നമ്മളിപ്പം ഈ കുഞ്ഞു പിള്ളേർ 8 വയസ്സ് 6 വയസ്സുകാർക്കൊക്കെ ഇൻസ്റ്റഗ്രാം ഉണ്ട്. അവർ ഇൻസ്റ്റഗ്രാം ഈ അടുത്തിടെ നടന്ന റിസർച്ച് സ്റ്റഡി കാണിക്കുന്നത് 95% കുഞ്ഞുങ്ങളുടെയും ഈ 8 years മുതൽ 15 years വരെ അവരുടെ എല്ലാ ഫോളോവേഴ്സും അവർ ഫോളോ ചെയ്യുന്നൊരു സ്ട്രേഞ്ചേഴ്സ് ആണ്. എന്നിട്ട് ഈ സ്ട്രേഞ്ചേഴ്സിന് ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞ് അമ്മയുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പോലും ഷെയർ ചെയ്തു. അതായത് ഇവര് എന്ത് ഇൻഫർമേഷൻ അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു മെച്യൂരിറ്റി 8 വയസ്സിലില്ല. പക്ഷെ 18 വയസ്സുള്ള ആൾക്കറിയാം എന്താണ് തെറ്റ്, അഥവാ ഒരു മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെ. പക്ഷെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് മണിക്കൂറുകൾ ചാറ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പേരൻസ് ശരിക്കും ഈ ഫിസിക്കൽ വേൾഡിനേക്കാളും ഡേഞ്ചറസ് ആണ് ഓൺലൈൻ വേൾഡ്. അപ്പം നമ്മുടെ കുഞ്ഞ് ഓൺലൈൻ ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ അറിയുന്നതിന് മുമ്പ് അത് അറിയുന്ന ഒരുപാട് പേരുണ്ട്.
അതെ അതെ. അപ്പൊ അതാണ് ശരിക്കും ഓൺലൈൻ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ. അതാണ് ഗെയിമിങ്ങിലേക്ക് ആ ക്യാരക്ടർ പോകുന്നതും. അത് ഒരുപാട് അത് കാരണം ആ കുഞ്ഞിന്റെ ഒരു കൊച്ചു കുഞ്ഞ് എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതെ, ഒരു ഇതിൽ അഡിക്ഷൻ ആയിപ്പോയി, അതിനകത്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ഗെയിമിങ്ങിന് അഡിക്ഷൻ ആയി, അങ്ങനെ കുറെ പൈസ പോയി. അപ്പൊ അതിന്റെ മെയിൻ ഫോക്കസ് കളിച്ച് ചിരിച്ച് ഡാൻസ് കളിച്ച് ഹാപ്പി ആയിട്ട് ജീവിക്കേണ്ട ഒരു കുഞ്ഞ് ഒരു റീസണും ഇല്ലാതെ അവസാനം ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി പോലും ചിന്തിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുക. ഇന്ന് ഒരുപാട് കുട്ടികൾ അങ്ങനെയാണ്. ഇപ്പൊ അച്ഛന്റെ അമ്മയുടെയും പൈസ ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് അവര് പിന്നെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുക, അങ്ങനെ ഭയങ്കര കടബാധ്യത അങ്ങനെ അച്ഛനും അമ്മക്കും വരുന്നത്. സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തോണ്ടല്ല. എപ്പോഴും ഓർത്തോളുക, പേരൻസ് എപ്പോഴും ഒരു അതോറിറ്റേറ്റീവ് പേരന്റിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാം അലൗ ചെയ്യാം. നീ പുറത്തു പോയിക്കോ, പക്ഷെ 7 മണിക്ക് തിരിച്ചു വരണം. അല്ലാതെ നീ പോകാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ നീ പോയാലും ഇല്ലെന്ന് എനിക്ക് നെഗ്ലിജന്റ് പേരന്റിങ് ഇതല്ല. ഒരു റൂള് സെറ്റ് ചെയ്തിട്ട് കുട്ടികളെ ഡിസിപ്ലിൻ ചെയ്യും. പക്ഷെ അതിനൊരു കാര്യമുണ്ട്, അച്ഛനും മക്കളും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. കണക്ഷൻ ഇല്ലാത്ത ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് ഭയങ്കര റൂഡായിട്ട് കുഞ്ഞിന് ഫീൽ ചെയ്യും. അപ്പൊ ഇനിഷ്യലി ആ കണക്ഷൻ ഉണ്ടാക്കണം, നല്ല ബോണ്ടിങ് വേണം, അവര് തമ്മിൽ നല്ല സംസാരം വേണം. ഫ്രീ ആയിട്ട്. ഇപ്പൊ എല്ലാവരും തിരക്കാണ്. പേരൻസ് ഒക്കെ ഞങ്ങൾ പറയാറുണ്ട്, ഒത്തിരി നമുക്ക് ടീനേജ് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, ടീനേജ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. അതെ, എന്താ ശരിക്കും ഇതുപോലുള്ള കുഞ്ഞുങ്ങള് എന്ത് ചെയ്യണം. ഡോക്ടറെ അടുത്ത് ഇപ്പം നമ്മൾ ഈ സിനിമ പറഞ്ഞു, സിനിമേനേക്കാൾ എത്രത്തോളം എക്സ്ട്രീം ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലെ കുഞ്ഞുങ്ങളാണ് ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷൻ ആയിട്ട് വരുന്നത്. പ്രശ്നമായിട്ട് ഓൾമോസ്റ്റ് ഈ ഒരു സൂയിസൈഡ് ഒന്നാമത്തെ പ്രശ്നം കണ്ടുവരുന്നത് പേരൻസ് തമ്മിലൊരു ബോണ്ടില്ല. കുഞ്ഞുങ്ങള് വീട്ടില് ഒരു വല്ലാത്ത ഭീകര അന്തരീക്ഷമുള്ള വീടുകളുണ്ട്. അതായത് ഈ അടുത്തിടയ്ക്ക് ഒരാൾ വന്നിട്ട് പറയാം, മകളോട് വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ 12 വയസ്സുള്ളൊരു മോളോട് റിക്വസ്റ്റ് ചെയ്താൽ പോലും അവരെ കാണാൻ വരാറില്ല. അവസാനം അമ്മയ്ക്ക് ടെൻഷനായിട്ട് ഇവർ അഗ്രസീവായിട്ട് മകള് പറയുന്ന അമ്മയോട് പറയാണ്, നിങ്ങൾ പോയി മരിച്ചുകൂടെ. അതാണ് വന്ന് പറഞ്ഞതാണോ ഡോക്ടർ? എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ആണ്. മകളുടെ ആഗ്രഹം അമ്മ ഇല്ലാണ്ടായാൽ മതി. അവസാനം നമ്മൾ കൗൺസിൽ ചെയ്ത് വന്നപ്പോഴാണ് പറഞ്ഞത് 2 സൈഡിലും പ്രശ്നം. അതിൽ മെജോറിറ്റി പ്രശ്നം അമ്മയുടെ കയ്യിലാണ്. കാരണം ഈ കുട്ടി 5 സബ്ജക്ട്സിൽ മിടിക്കുക, പക്ഷെ മാത്സിൽ മോശമാണ്. അപ്പൊ ഈ മാത്സിന്റെ പേരും പറഞ്ഞ് ഈ കുഞ്ഞിന് യാതൊരു ഫ്രീഡം ആ വീട്ടിലില്ല. ഫ്രണ്ട്സിനെ കാണാൻ പോകാൻ പാടില്ല, യാതൊരു ഫുൾ റൂൾസ്. അവസാനം ആ കുട്ടി ആകെപ്പാടെ മെന്റലി സ്ട്രെസ്ഡ് ആയി, ഡിപ്രസ്ഡ് ആയി. അത് അമ്മയും മകളൂടെ കണ്ടു കഴിഞ്ഞാൽ അടിയിടുന്നൊരവസ്ഥയിലായി. അവസാനം കൗൺസിലിംഗ് കൊണ്ടുവന്നു. മകളെ ഒരു 3 സെഷനും അമ്മയെ ഒരു 5 സെഷനും കൗൺസിൽ ചെയ്തു. ഇപ്പൊ കൊലപാതകം ഒന്നും ഇല്ലാതെ അവര് അമ്മയും മക്കളുമായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് റിയൽ ഇൻസിഡൻസ് വരുന്നുണ്ട്. ശരിക്കും ഈ സോഷ്യൽ മൊബൈൽ അഡിക്ഷൻ ആണോ ശരിക്കും ഈ ബോണ്ടിങ് ഒക്കെ കുറഞ്ഞു വന്ന് ഇങ്ങനെയുള്ള? മൊബൈൽ അഡിക്ഷനൊക്കെ കൂടുതൽ കുഞ്ഞുമായിട്ട് ബോണ്ട് കീപ്പ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ടൈം, 2 ആക്റ്റീവ് ലിസണിങ്. ഒരു കുഞ്ഞിന് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ 50 കൂടെ ഫ്ലാറ്റ് ആയിക്കോട്ടെ, അതൊന്നും പിള്ളേർക്ക് വേണ്ട. അവർക്ക് വേണ്ടത് എന്താ? ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഒരു രക്ഷകർത്താവിന് കൊടുക്കുന്ന സാധനം ടൈം. അതെ, ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ബിസിയാണ്. സിമ്പിളായിട്ട് ഇപ്പോൾ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും പഴയതുപോലെ 10 മണിക്കൂർ പിള്ളേരോട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് 30 minutes എ ഡേ ഫ്രീ സ്പീക്കിംഗ് എന്ന് പറയും, ആക്റ്റീവ് ലിസണിങ്. ഒരു റൂൾസും വെക്കരുത്. അവരോട് പറയാം, മക്കൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം, എങ്ങനെ ഉണ്ടായിരുന്നു, സ്പീക്ക് ടു ദം. അതുവഴി മാത്രമേ ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബോണ്ടിൽ ഈ സമയത്ത് നിയമങ്ങൾ പാടില്ല. നീ എന്തിനാ അങ്ങനെ ചെയ്തേ, ഫ്രെയിംസ് പാടില്ല. ഫ്രീ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മളെ ഹഗ് ചെയ്ത് നമ്മുടെ മടിയിലിരുത്തി കണ്ണി നോക്കി വർത്താനം പറയുന്ന ഒരു ശീലം ഉണ്ടാക്കി. ഈ 14ാമത്തെ വയസ്സിൽ പോയി ഐ ലവ് യു പറയാൻ പറ്റത്തില്ല മക്കളുടെ അടുത്ത്. ഇത് ഉണ്ടാവേണ്ടത് 1 വയസ്സിലാണ്. അപ്പൊ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പല കുടുംബങ്ങളും ഇതെന്ന് പറഞ്ഞ ഒരു ഗ്രാമാന്തരീക്ഷത്തിലുള്ള വീടല്ല. ഗ്രാൻഡ് മദർ ഉണ്ട്, പക്ഷെ ഇപ്പൊ ആരും ഇല്ല. അച്ഛനും അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ. അതൊരു വലിയ സ്ട്രഗിളാണ് പല പേരൻസിനും എങ്ങനെ മക്കളെ ഡീൽ ചെയ്യണം. ഒരുപാട് പേരൻസ് ഫാമിലി കൗൺസിലിങ്ങിന് 3 പേരായിട്ട് തന്നെ വരുന്നുണ്ട്, അച്ഛനും അമ്മയും മകളും. ഇവരുടെ പ്രശ്നങ്ങൾ വീട്ടിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഈ മക്കൾക്ക് അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പറ്റുന്നില്ല, തിരിച്ച് അവരും തിരക്കായിട്ട് മക്കളോടും മിണ്ടുന്നില്ല. ഇപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ ആണെങ്കിലും മക്കൾക്ക് പെട്ടെന്ന് ഫോണാ കൊടുക്കുന്നത്, പിന്നെ എന്താ പറയാ ഗെയിമാ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ 1.5 വയസ്സുള്ള കുട്ടികളെ ഡീൽ ചെയ്ത് ഡെവലപ്മെന്റൽ ഡീലേ ഉള്ളൂ. അതിൽ സ്ക്രീൻ ടൈം നോക്കുമ്പോൾ 7 മണിക്കൂറൊക്കെ ഒരു കുഞ്ഞിന്റെ സ്ക്രീൻ ടൈം. കാരണം അച്ഛനും അമ്മയും ജോലിക്ക് പോകും, ഒരു ജോലിക്കാരി കാണും, അവർക്ക് അടുക്കളയിലെ ജോലിയൊക്കെ ചെയ്യണം. ഇവർ രാവിലെ കാർട്ടൂൺ കൊടുക്കും, അച്ഛനും അമ്മയും വരുന്നവരെ കുഞ്ഞ് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞ് അച്ഛനും അമ്മയുടെ ഈ അടുത്തിടയ്ക്ക് ഒരു വൈസ് പ്രസിഡൻ്റ് ആണ്, ഒരു വലിയ സിറ്റി ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് അമ്മ.
ആ അമ്മ കുഞ്ഞിനെ കാണുന്നത് സൺഡേ മാത്രം. ഉം, ഉം. വീക്കിലി മലയാളി അമ്മ സൺഡേ മാത്രമാണ് കുഞ്ഞിനെ കാണുന്നത്. മൺഡേ ടു ഫ്രൈഡേ അമ്മ വെളുപ്പിന് ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞ് എണീക്കില്ല, അമ്മ ലേറ്റ് ആയിട്ട് കുഞ്ഞുറങ്ങും. അപ്പൊ കുഞ്ഞ് വിചാരിച്ചിരിക്കുന്നത് മെയ്ഡാണ് അമ്മയെന്നാണ്. അപ്പൊ പേരന്റിങ് എത്രമാത്രം ഒരു ലെവലിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും ഈ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടറുടെ ആണെങ്കിലും മോൾക്ക് ഫോണില്ല എന്ന് പറഞ്ഞു, 16 വയസ്സായിട്ട്. ഈ അടുത്തിടയ്ക്ക് കൊച്ചി എയർപോർട്ടിൽ പോയപ്പോൾ ആള് നമ്മൾ ദുബായിൽ പോയപ്പോൾ അവളോട് പറഞ്ഞു മൊബൈൽ എല്ലായിടത്ത് വെളിയിൽ വെക്കും ബാഗിൽ നിന്ന്. അപ്പം ഞാൻ ഈ പേരന്റിങ് കോച്ചാണ്, ഈ ഫീൽഡിലുള്ള ആളുടെ ഐ ക്യാൻ നെവർ ഗിവ് ഫോൺ ടു മൈ ചൈൽഡ് 16 years ആയി. അപ്പോൾ ആൾ പറഞ്ഞില്ല എൻ്റെ ഫോണില്ല. അപ്പോൾ സെക്യൂരിറ്റി ഓഫീസർ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മോള് കള്ളം പറയാണ്, ആള് ഫോൺ തരുന്നില്ല എന്ന് പറഞ്ഞു. ഷീ ഡസൻറ്റ് ഹാവ് എ ഫോൺ. അപ്പോൾ പുള്ളി എന്നോട് പറയാം ഞാൻ ഈ കൊച്ചി എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത് 5 വർഷമായി. അപ്പോൾ ഷീ ഈസ് വെരി ടോൾ. 16 വയസ്സുള്ളൊരു കുട്ടിയെ ആദ്യമായിട്ടാണ് മൊബൈൽ ഇല്ലാതെ കാണുന്നത്. പക്ഷേ ഞാനത് പറയുമ്പോഴും അതിനു വേണ്ടി അവൾക്ക് അത്രയും ഒരു വാല്യൂ കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ടുണ്ട്. വൈകിട്ട് വരുന്ന ഉടനെ തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം കേൾക്കണം. അതുപോലെ സ്കൂളിൽ ഓരോ മെസ്സേജ് വരുമ്പോഴും ഞാൻ അറിയിക്കണം, എൻ്റെ ഫോണിലാണ് വരുന്നത്. പിന്നെ അവളുടെ ഓരോ ഫ്രണ്ട്സും എൻ്റെ ഇൻസ്റ്റാ ഫ്രണ്ട്സാണ്, അവർ വരുന്ന മെസ്സേജ് എനിക്ക് പാസ് ചെയ്യണം. സോ ഞാൻ ഡെലിബറേറ്റ്ലി അങ്ങനെ കുറച്ച് സമയം ഞാനും ഹസ്ബൻഡും മാറ്റി വെക്കുന്നുണ്ട്. മോൾക്ക് വേണ്ടി മാറ്റി വെക്കും. മോൾക്ക് വേണ്ടി അങ്ങനെ മാറ്റി വെച്ചെങ്കിലേ കുട്ടിക്ക് അതിന് അവർ വാല്യൂ ചെയ്യുന്ന ഫോണിന്റെ ഒരു വാല്യൂ ഉണ്ട്, അതിന് മേലെയുള്ള വാല്യൂ ഉള്ള ഒരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ബോണ്ടിങ്ങും പാരന്റിങ്ങും കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല എഫേർട്ട് വേണം കേട്ടോ, അതൊരു നിസ്സാര കാര്യമല്ല. എഫേർട്ട് എടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എല്ലാരും ഇപ്പൊ ഫോൺ കൊടുത്ത് ഒരു മൂലക്ക് ഇരുത്തുന്നത് കുട്ടിയാണ്. അപ്പൊ വീട്ടിലൊക്കെ അങ്ങനെ ഫോൺ അധികമായിട്ട് യൂസ് ചെയ്യുമ്പോൾ പറയോ, നേരത്തെ പറഞ്ഞ പോലെ അമ്മയൊക്കെ വഴക്ക് പറയാം. അമ്മ ആരാണ് കൂടുതലായിട്ട് വഴക്കൊക്കെ പറയുന്നത്? വഴക്ക അമ്മ 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 പറയും. അമ്മ ഫോണിൽ അങ്ങനെയല്ല, വല്ല പണികളുണ്ടെങ്കിൽ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഫോണിൽ കളിച്ചിരിക്കുകയാണെങ്കിൽ ഇത്ര പണിയുണ്ട് പറഞ്ഞ് അങ്ങനെ ചീത്ത പറയാറുണ്ട്. ഏട്ടൻ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചീത്ത പറയാറുള്ളൂ, അല്ലാണ്ട് അങ്ങനെ ചീത്ത പറയാറില്ല. പിന്നെ സ്വയം തോന്നാറുണ്ടോ ഇത്രയധികം സമയം യൂസ് ചെയ്തിട്ട് ഇനി കുറച്ചു നേരം മാറ്റി വെക്കാം അങ്ങനെ? തോന്നാറുണ്ട്. ഞാൻ കുറച്ചു നേരം ഇത്തിരി ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ നോക്കും, അങ്ങനെയുള്ള ടൈം നോക്കാറുള്ളൂ. ഫോണിൽ ഞാനിപ്പോൾ +1 പഠിക്കുമ്പോഴാണ്, നമ്മൾക്ക് ആ ടൈമിലാണ്, ഞാൻ കൊറോണ ടൈമിലായിരുന്നു. കൊറോണ ടൈമിലാണ് എല്ലാവർക്കും ഫോണൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പൊ തന്നെ ഓൺലൈൻ ക്ലാസ്. അപ്പോഴും ഞാൻ നമ്മുടെ +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് സ്വന്തം ഫോൺ ആയത്. ചേട്ടൻ വാങ്ങിച്ചത്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ഏറ്റവും നല്ലൊരു ക്യാരക്ടർ അമ്മാവന്റെ നന്ദുസാറിന്റെ വൈഫായിട്ട് വരുന്ന പുള്ളിക്കാരിയില്ലേ, അവര് മകന് ഗ്രാൻഡ് മദർ ഫോൺ മേടിച്ചു കൊടുക്കാൻ പറയുമ്പോ അവര് പറയുന്നുണ്ട് ദയവ് ഇത് കൊടുക്കല്ലേ, എന്റെ പൊട്ടിയ ഫോണിൽ അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. ഞാൻ ലേഡിക്ക് അത്രയും വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും അവർക്ക് അത്രയും തോന്നുന്നുണ്ടല്ലോ. ഫിലിമിൽ അവർ പറയുന്നുണ്ട് കുറച്ചുകൂടെ ഒരു പുവർ ബാക്ക്ഗ്രൗണ്ട് ആണ്, അവർക്ക് പൈസ ഇല്ല ഫോൺ മേടിച്ചു കൊടുക്കാൻ, പൊട്ടിയ ഫോണിലാണ് കുട്ടി അറ്റൻഡ് ചെയ്യുന്നത്, ദയവ് ഇതത് കൊടുക്കല്ലേ, ഇത് മതി എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ നല്ല ഒരു പോസിറ്റീവ് കമന്റ്. അത് മാത്രല്ല ഇപ്പൊ മറ്റേ ഈ ഗിഫ്റ്റ് ഒക്കെ ഐഫോണും ഐപാഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും പൈസയുണ്ട്, അപ്പൊ മക്കളെ സ്നേഹിക്കുന്നത് അവരെ ഹാപ്പി ആക്കാനും വിചാരിച്ചിട്ട്, പക്ഷെ അവരെ നമ്മൾ നശിപ്പിക്കുവാണ്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഡെൻമാർക്ക്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ കമ്പൽസറി ആയിട്ട് 17 years വരെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുവാണ്, റൂളായി. ആ പേരൻസിനാണ് അവർ പണിഷ്മെന്റ് കൊടുക്കുന്നത് കുട്ടികൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പൊ അതൊരു ലോ ആയിട്ട് വരേണ്ട കാര്യം. അഡിക്ട്സ് ആവണമെന്നില്ല, അവർക്ക് യൂസ് ചെയ്യാം. പഠിക്കുന്നതിനുള്ള വീഡിയോ റെസ്ട്രിക്ട് ചെയ്യുക, 1 മണിക്കൂർ ഒരു ദിവസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ വീട്ടിലെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട് അതിന് ഒരു റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് റിവാർഡായിട്ട് വേണമെങ്കിൽ നിനക്ക് അത് ഓക്കെ, അതിപ്പം എല്ലാം. പക്ഷെ തിയററ്റിക്കലി പറഞ്ഞാൽ ഒരു 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പാടില്ല. ഇപ്പൊ ഡോക്ടറെ അടുത്ത് വരുന്നവർ എത്ര വയസ്സ് മുതൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്? 1 വയസ്സ് 1.5 വയസ്സ് അതുമുതലേ ഫോൺ കൊടുക്കുന്നോണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ മെയിൻലി വരുന്നത്. കുഞ്ഞു പിള്ളേർ. അപ്പൊ ആ കുട്ടികൾക്ക് ആരും സംസാരിക്കുന്നില്ല, ആരോടും സംസാരിക്കില്ല. വെർച്വൽ ആയിട്ടുള്ള ഓട്ടിസം ആണോ? വെർച്വൽ ഓട്ടിസം ആണ്. അത് അവരുടെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞാൽ സോഷ്യലി വിഡ്രോൺ ആണ്, ഭയങ്കര ബിഹേവിയറൽ ഇഷ്യൂ ആണ്, സംസാരം കുറവാണ്. ഇപ്പം മനുഷ്യരാരും ഇരുന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കുട്ടികളാണെങ്കിൽ വന്നിട്ട് അതിന് എന്തെങ്കിലും മറുപടി പറയും, അതിനൊന്നും അവർക്ക് താല്പര്യമില്ല. അവർക്ക് നോൺ ലിവിങ് ഒബ്ജക്ട്സിനോടാണ് താല്പര്യം. അവരൊരു ഇൻട്രോവേർട്ടിനെ പോലെയാണ്. ഇൻട്രോവേർട്ടിനെ പോലെ അവരുടെ ഒരു വേൾഡിൽ അവർ തന്നെ ഇരുന്ന് കളിക്കാനും സോഷ്യൽ ഇന്ററാക്ഷൻ ഒട്ടും താല്പര്യം. അതെ, അടുത്ത വീട്ടിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ പോലും അത് ആരാണെന്ന് അറിയില്ല. ഒരു പരിധി വരെ ഒരു കുഞ്ഞിന് അടുത്ത വീട്ടിൽ പോയി സംസാരിക്കാൻ പറ്റത്തില്ല. അത് ചെയ്യേണ്ടത് ആരാ?
പേരൻസ് ആണ്. നമ്മൾ കാരണമാണല്ലോ അവർ ഈ ലോകത്ത് വരുന്നത്. സോ വി ആർ ബൗണ്ട് ടു ഹെൽപ്പ് ദം. അത് അവരുടെ നെസസിറ്റിയാണ്. ഇതെങ്ങനെയാണ് നമ്മൾ ഈ അഡിക്ഷൻ മാറ്റേണ്ടത്? എങ്ങനെയാണ് കുട്ടികളിലൊക്കെ? കുട്ടികളിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞിനെ നമ്മളൊരു 1 വീക്ക് കൊണ്ട് കംപ്ലീറ്റ്ലി ഡി അഡിക്റ്റ് ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു കുട്ടികൾ പെട്ടെന്ന് മറക്കും. അപ്പോൾ ആ ഫാദറിന് നമ്മളൊരു പ്രോട്ടോകോൾ കൊടുത്തു. ഇന്ന ദിവസം ഇത്ര നേരം സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പാർക്കിൽ കൊണ്ടുപോകണം, ഇത്ര നേരം. അത് കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ ഇരുന്ന് കളർ ചെയ്യണം. അത് കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഫാദറിന് നമ്മൾ പേരൻസിന് ഒരു റുട്ടീൻ കൊടുത്തു. വിത്തിൻ 1 വീക്ക് ഈ കുഞ്ഞ് ഫോണേ മറന്നുപോയി. പക്ഷെ അതുപോലുള്ള കാര്യങ്ങൾ അച്ഛനും അമ്മയും വീട്ടിൽ ചെയ്തു. എങ്ങനെ? അതാ ഞാൻ പറഞ്ഞത്, കുട്ടിക്ക് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം, ഈ ഡോപ്പമിൻ റഷ് അത് കുഞ്ഞുങ്ങൾക്കും ഉണ്ട്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുട്ടി ഒരു വാല്യൂ ഉണ്ട്, ഒരു ഗെയിമിനൊരു വാല്യൂ. ഈ വാല്യൂവിന് മേളിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഇങ്ങനെ നമുക്ക് ഗ്രാജുവലി ചെറിയ കുട്ടികളെ പെട്ടെന്ന് ഡി അഡിക്ഷൻ പെട്ടെന്ന് ഡി അഡിക്റ്റ് ആവും. പക്ഷെ മുതിർന്നവർക്ക് കുറച്ചുകൂടെ നമ്മൾ ടൈം എടുത്ത് അവരെ അത് കുറച്ചുകൂടി എഡ്യൂക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ. അച്ഛനമ്മയും ഒന്ന് ശ്രദ്ധിക്കണം. മക്കളെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും പാരന്റ്സ് തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾ എസ്പെഷ്യലി ജെൻസി, ജെനാൽഫ, ജെൻബീറ്റ, ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ദേ ഡോണ്ട് ലൈക്ക് അഡ്വൈസസ്. അവരെ അച്ഛനും അമ്മയും എങ്ങനെ ജീവിക്കുന്നു അതാണ് കുട്ടികൾ. അത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ പിള്ളേരെ വിളിച്ചിരുത്തി ഉപദേശിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി കള്ളു കുടിക്കേണ്ടതാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 1 മണിക്കൂർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മൊബൈൽ ഫ്രീ സോൺസ് ഉണ്ടാവണം വീടുകളിൽ, ഡൈനിങ് ടൈംസ് ഉണ്ടാവണം. അതായത് നിങ്ങൾ ഇതെല്ലാം ചെയ്ത് നീ മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു പേരന്റിനും കുട്ടിയോട് പറയാൻ പറ്റത്തില്ല. അമിത സ്നേഹവും ആവത്താണ് കുട്ടികളോട്, അമിത വാത്സല്യം, ഒന്നും വഴക്കൊന്നും പറയാതെ. ഒരു ബേസിക് പ്രിൻസിപ്പിൾ തന്നെ 7 വയസ്സ് വരെ പേരന്റിങ് പറഞ്ഞത് നമ്മൾ അവരുടെ സ്ലേവ് ആയിരിക്കണം. സ്ലേവ് എന്ന് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അവരെ നമ്മൾ സ്നേഹിച്ച് നമ്മളോട് ബോണ്ട് ചെയ്ത് നമ്മുടെ ഒരു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിച്ചു കൊണ്ടിരുന്ന ഒരു പേരന്റിങ്. 7 വയസ്സ് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യുക. 7 to 14 ഇയേഴ്സ് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആയിരിക്കുക. ഈ ഒരു പ്രിൻസിപ്പിളാണ് ശരിക്കും ഇന്നത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു ജെനാൽഫ, ജെൻബീറ്റയോട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരോ ജനറേഷൻ വരും പുതിയ. അതുപോലെ ഇവരുടെ വേർഡ്സ് എല്ലാം മാറി. അതെ, ഇവരുടെ ഒരു വേർഡ്സ് എനിക്കറിയത്തില്ല. ഇദ്ദേഹമൊക്കെ എനിക്കും അറിയില്ല. മൈ ബ്രദേഴ്സ് NYC walk is giving me Ohio. അർത്ഥം മനസ്സിലായി. ഈ അടുത്തിടയ്ക്ക് ഒരു മൂവിയിൽ ഞാൻ കണ്ടതാണ്. മൈ ബ്രദേഴ്സ് NYC walk is giving me Ohio. No rest, no gaps എന്നൊക്കെ പറഞ്ഞ no just skibidi. ഇതൊക്കെ ഇപ്പോഴത്തെ പുതിയ ഭാഷ. അതായത് എന്റെ ബ്രദറിന്റെ റോബോട്ടിക് വർക്ക് കാണുമ്പോൾ ഐ ഫീൽ അഷെയിംഡ്. അതാണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഈ വേർഡ്സ് കുറച്ചുകൂടി മുന്നോട്ട് കഴിയുമ്പോൾ ഈ ഇംഗ്ലീഷും ഓക്സ്ഫോർഡും ഒക്കെ മാറ്റി വെച്ചിട്ട് പുതിയ സെറ്റ് ഓഫ് വേർഡ്സ് ആണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. ടോട്ടലി ഡിഫറെന്റ് ആണ്. പിടിച്ചു നിൽക്കാനും പറ്റില്ല ഇവരോട്. പറ്റത്തില്ല. ഇപ്പൊ ഡോക്ടറെ കാണാനും കൂടുതൽ ഒരു എക്സ്പീരിയൻസ്. കുഞ്ഞുങ്ങൾ നമ്മളൊന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്കിബിഡി അങ്ങനെയൊക്കെ ഒന്ന് പറയാറുണ്ടോ? ഈ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന കുഞ്ഞാണ്. നമ്മുടെ 36 രാജ്യങ്ങളിൽ നിന്ന് കുട്ടികളുണ്ട്, പല നാഷണാലിറ്റീസ്. അപ്പൊ അവര് അപ്പൊ അവർക്ക് എന്ത് ഭാഷയാണ് ഈ പറയുന്നത്? എല്ലാ രാജ്യങ്ങളിൽ നിന്നും കൺസൾട്ട് ചെയ്യാൻ വരാറുണ്ട്. പിന്നെ ദുബായില് പിന്നെ ഡോക്ടർ കൺസൾട്ട് ചെയ്തു. അപ്പൊ ഈ കേരളത്തിന്റെ നമ്മുടെ ദുബായിലെ റേഷ്യോ നോക്കുമ്പോൾ എത്രത്തോളം കുട്ടികൾ ഇവിടെയാണോ കുറവ് അഡിക്ഷൻ ഉള്ളത്, അതോ അവിടെയാണ് കൂടുതൽ? ഇവിടെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു വില്ലേജസിലൊക്കെ ഈ ഗ്രാൻഡ് പേരൻസുമായിട്ടൊക്കെ ഉള്ള ഒരു ബോണ്ട്. ദുബായ് എന്ന് പറഞ്ഞ ഒരു മെട്രോ സിറ്റിയാണ്. അവിടെ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് അവർക്ക് കിട്ടും. അതുപോലെ ഈ മേക്കപ്പ് ഒക്കെ കുഞ്ഞു പ്രായത്തിലേ ഉപയോഗിക്കും. കുറച്ചുകൂടെ റേഷ്യോ കൂടുതലാണ് അവിടെ. പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് പിന്നെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാഷണാലിറ്റീസ് ആണ് ഫുൾ ഇൻഷുറൻസ് കവേർഡ് ഒക്കെ. അപ്പോൾ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ അവർ സീക്ക് ചെയ്യും. ഇവിടെ അതല്ലാത്തത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ റിയാലിറ്റി ഒന്ന് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് വരാൻ കുറച്ചുകൂടെ സമയമെടുക്കും. അവർ കുറച്ചുകൂടെ ഓപ്പൺ ആണ്. ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് കണ്ടാൽ അന്നേരം അക്സെപ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ഞാൻ ദുബായ് സെൻട്രലാണെങ്കിൽ ഇവിടെ കുറേ യൂറോപ്യൻസ് ഒക്കെ ഉണ്ട്. അവർക്കൊരു പ്രശ്നം അവർ അക്സെപ്റ്റ് ചെയ്യും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മൾ വന്ന് പറഞ്ഞ് ഇത് കുഞ്ഞിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ എന്റെ കുഞ്ഞിന് പ്രശ്നമില്ല, സ്കൂളിൽ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്കൂൾ ടീച്ചേഴ്സാണ് സഫർ ചെയ്യുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പേരന്റിനോട് പറഞ്ഞാൽ പേരന്റ് ട്രീറ്റ്മെന്റ് സീക്ക് ചെയ്യത്തില്ല. അവര് ക്ലാസ്സിൽ ഇരുത്തി എങ്ങനെയാണ് ഈ 40 പിള്ളേരുടെ ക്ലാസ്സിൽ ഇറങ്ങി നടക്കുന്ന ഒരു കുഞ്ഞിനെ അവരെങ്ങനെ മാനേജ് ചെയ്യും? അടങ്ങിയിരിക്കാത്തൊരു കുഞ്ഞ്, പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു കുഞ്ഞിനെ. അപ്പം അവർക്ക് ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് വേണോന്നുള്ളത് പോലും പേരന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ശരിക്കും പൈസക്കാരുടെ മക്കൾക്കാണ് അത് പാവപ്പെട്ടവർ എല്ലാവരിലും മക്കളിലും ഉണ്ടോ അഡിക്ഷൻ? ഓടിക്കുന്ന ആൾക്കാരുടെ കുഞ്ഞുങ്ങൾ മുതൽ
റബ്ബർ ടാപ്പേഴ്സ് മുതൽ IAS ഓഫീസേഴ്സ് മുതൽ ഫിലിം സ്റ്റാർസ് മുതൽ എല്ലാവരുടെയും കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ മെഡിക്കൽ ഡോക്ടേഴ്സിന്റെ മക്കളൊരു 10-60 കുഞ്ഞുങ്ങളോളം ഉണ്ട്. കാരണം അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും. കുഞ്ഞു പ്രായത്തിലെ ഡിലേസ്. 1 വയസ്സാകുന്ന ഒരു കുഞ്ഞ് ഒറ്റ വാക്കിൽ ഒരു 5 കാര്യം പറയണം. 2 വയസ്സാവുന്ന കുഞ്ഞ് 2 വാക്ക് ചേർത്ത് 60 കാര്യങ്ങൾ പറയണം. ആവശ്യങ്ങൾ ഒരു കുഞ്ഞ് പറയേണ്ടത് 2 വയസ്സിലാണ്. 3 വയസ്സാവുന്ന കുഞ്ഞ് 3 വാക്ക് ചേർത്ത് 300 കാര്യം പറയും. അപ്പൊ ഈ 3 വയസ്സാവുന്ന ഒരു കുഞ്ഞ് ഒറ്റ വാക്ക് പോലും പറയുന്നില്ലെങ്കിൽ 2 വർഷത്തെ ഡിലേ ആണ്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് പെട്ടെന്ന് പറ്റും. ഡിലേസ്. ഇപ്പൊ പിള്ളേരധികം വേഗം സംസാരിക്കുന്നില്ല എന്ന് വലിയൊരു പ്രശ്നമാണ്. പെട്ടെന്ന് എന്നുവെച്ചാൽ പെട്ടെന്ന് 2 വയസ്സിലൊന്നും സംസാരിക്കുന്നില്ല. പണ്ട് നമ്മുടെ ഭാഷ എന്താ? നമ്മൾ പുസ്തകത്തിൽ നിന്നാണോ പഠിച്ചത്? നമ്മൾ പഠിച്ചത് എന്താ? നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഭാഷ, പേരൻസിന്റെ ഭാഷയാണ്. അപ്പൊ ഈ സംസാരം കുറയുന്നത് കുഞ്ഞിനെ ബാധിക്കും. ഇതിനെ നമ്മൾ സ്റ്റിമുലേഷൻ എന്ന് പറയും. നാച്ചുറൽ സ്റ്റിമുലേഷൻ ആണ്. നമ്മുടെ അപ്പച്ചനും അമ്മച്ചിയും അപ്പൂപ്പനും അമ്മയും പറയുന്ന കാര്യമാണ് നമ്മുടെ വാക്ക്. ഈ വേർഡ്സ് ഇല്ല. അപ്പൊ അതും കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ ഇനി വരുന്നൊരു തലമുറ ഇത് എനിക്കൊരു റെവല്യൂഷന്റെ പാർട്ടാണ്. ഇത് മുമ്പോട്ട് പോകുന്നത് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇഷ്യൂ ആണ്. ഇപ്പൊ മോളാണേലും എല്ലാരും ആരെങ്കിലും കുട്ടികളെയൊക്കെ ഉപദേശിക്കാറൊക്കെ ഉണ്ടോ? ഇപ്പം ഈ സിനിമ അഭിനയിച്ചതിന് ശേഷം കുട്ടികൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോ? ഫോണിന്റെ മാത്രല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം ഉപദേശിക്കാറുണ്ട്. തെറ്റ് വഴിയെ പോകുന്നുണ്ടെങ്കിൽ ചീത്ത പറയോ? അതല്ല, ആളിങ്ങനെ ഒരു സിനിമ അഭിനയിച്ചോളൂ, ഇനി ആൾക്ക് ഇതൊന്നും പറ്റില്ല. അതെ, വീട്ടില് ക്ലാസ് എടുക്കുന്നുണ്ട്, ഡാൻസ് ക്ലാസ് എടുക്കുന്നു. മോള് ഡാൻസ് ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടോ? അതെ അതെ, ഏട്ടനാ എടുക്കുന്നത്. ഏട്ടൻ ഇല്ലാത്ത ടൈമില് ഞാൻ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇപ്പോ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് കുച്ചിപ്പുടിയാണ്. ഇതുവരെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ മെയിൻ ആയിട്ട് ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത് കുച്ചിപ്പുടിയാണ്. അതെ. അപ്പൊ ഇനി അത് ഇപ്പൊ നമുക്ക് മനസ്സിലായി മോള് ഇതിൽ നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ആള് തന്നെയായിരുന്നു. കാരണം അത്രത്തോളം അഡിക്ഷൻ ഇല്ല. എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ കസിൻസൊക്കെ ഇഷ്ടംപോലെ കസിൻസായി. ഞാൻ ചെറുപ്പത്തൊക്കെ പോയിരുന്നപ്പോൾ എല്ലാവരായിട്ടും ഒരേ കളി. രാവിലെ കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ വീട്ടിലോട്ട് കയറുള്ളൂ. നമ്മുടെ ചേച്ചിയൊക്കെ ചീത്ത പറയും, ഇരുന്ന് ചീത്ത പറയും, വീട്ടിൽ വന്നുകൂടെ കയറിക്കൂടെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ പോകുമ്പോ കസിൻസ് ഒന്നും ഇല്ല, ആരും ഒരുമിച്ച്. എല്ലാരും ഉണ്ട്, അവിടെ ഉണ്ട്. പക്ഷെ എല്ലാവരും അവരവരുടെ 10 ഫോണിലായി, ഓരോ ഭാഗത്ത് ഓരോരുത്തരിക്കും. ചിരിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങള്. അതെ, പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂളിലൊക്കെ പോയി കുഞ്ഞുങ്ങൾ എന്തോ ഭയങ്കര ഒരു മസിൽ പിടിച്ച് ഓപ്പൺ ആയിട്ട് പണ്ടത്തെ പൊട്ടിച്ചിരിക്കും പിള്ളേർ. അതെ അതെ, അതൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ ഒരു ഭയങ്കര എന്താ നാണം പോലെ. അതല്ല, ഒരു മടിയാണ്, എന്ത് ചെയ്യാനും എല്ലാം മടിയാണ്. അതുപോലെ അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് വേണം. നമ്മളിപ്പോൾ ഒരു ജോലിയൊക്കെ ഒരു പടമൊക്കെ വരച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞാണ് ഐ വെയിറ്റഡ് 3. എന്നോട് ഒരു കുഞ്ഞു പറഞ്ഞു ഐ വെയിറ്റഡ് 3 seconds ആൻഡ് യു ഡിഡ്ന്റ് സേ ഗുഡ് ജോബ്. 3 സെക്കൻഡ്. കാരണം കാർട്ടൂൺസിൽ 5 സെക്കൻഡിനുള്ളിൽ ടോക്കൺ കിട്ടും. അപ്പൊ ഇതെല്ലാം ഈ കുട്ടികൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ പിള്ളേർ ആക്സെന്റ് ഭയങ്കര നല്ല, എല്ലാ പിള്ളേരുടെ ആക്സെന്റ് നല്ല, പക്ഷേ ബേസിക് ഇംഗ്ലീഷും സ്പെല്ലിങ്ങും അറിയത്തില്ല. ഈ കാർട്ടൂണിലെ ഇംഗ്ലീഷ് ഭയങ്കരമായിട്ട് ഇവർ ഫോളോ ചെയ്തിട്ട് നല്ല ആക്സെന്റിലാണ് ഉച്ചാരണമാണ്. എന്താണ് ഈ ഒരു സിനിമയുടെ ബേസിലായാലും അല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഈ കുട്ടികളെ ഈ ഒരു സോഷ്യലി ഭയങ്കര എന്താ പറയുക സാമൂഹിക ജീവിയാക്കി മാറ്റുന്നത് എങ്ങനെയാണ് ശരിക്കും? അത് മെയിൻലി പേരൻസ് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ചോദിച്ചില്ലേ, പിള്ളേരെല്ലാവരും പറഞ്ഞു ജങ്ക് ഫുഡ് കഴിക്കണം. ഈ ജങ്ക് ഫുഡ് മേടിക്കാൻ പിള്ളേരെ പൈസ ഉണ്ടോ? ഇല്ല. ഈ പൈസ ആരാ കൊടുക്കുന്നത്? പാരന്റ്സ്. അപ്പൊ ആര് വിചാരിക്കണം? കുഞ്ഞുങ്ങൾ നന്നാവണമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് എങ്ങനെ വേണം നിങ്ങളെ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാൻ പറ്റില്ല, നിങ്ങൾ ജീവിച്ച് കാണിക്കുക. പേരൻസ് ഒരു ഡിസിഷൻ എടുക്കണം. ഇപ്പൊ ഗ്രാൻഡ് പേരൻസ്, കൊറിയൻ ഡ്രാമാസിന് അഡിക്റ്റ് ആയിട്ടുള്ള ഗ്രാൻഡ് പേരൻസിനെ എനിക്കറിയാം. ഒരമ്മ ഈ അടുത്തിടയ്ക്ക് പറയാം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കത്ത് പോലുമില്ല. എൻ്റെ ഗ്രാൻഡ് മദർ പുള്ളിക്കാരി കൊറിയൻ ഡ്രാമ സബ്സ്ക്രിപ്ഷൻ തീരുമ്പോൾ ബഹളമാണ്. 60 വയസ്സ്. സീരിയസ്ലി ഒരു ജഡ്ജാണ് പുള്ളിക്കാരി. പുള്ളിക്കാരി പറയാണ് ജോലി തിരക്ക് കാരണം അമ്മയോടൊന്ന് പറഞ്ഞാൽ അമ്മ അറിയില്ല, കൊറിയൻ ഡ്രാമ കഴിഞ്ഞിട്ട് ഞാൻ നോക്കത്തുള്ളൂ. 60 വയസ്സുള്ള എഡ്യൂക്കേറ്റഡ് അമ്മയാണ്. അപ്പൊ എഡ്യൂക്കേഷൻ കൂടിയാലും അപ്പൊ അതുകൊണ്ട് നമ്മൾ പേരൻസ് വിചാരിക്കണം നമ്മുടെ കുഞ്ഞ് എങ്ങനെ വേണം എന്നുള്ളത് രണ്ടുപേരും തീരുമാനിക്കുക. അതുപോലെ തന്നെ കൊച്ചു പ്രായം 4 വയസ്സെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. ഒരു നല്ല സൈക്കോളജിക്കലി സ്റ്റേബിൾ ഇൻഡിവിജ്വൽ ഉണ്ടാവണം. ഈ 4 വയസ്സ് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. 4 വയസ്സ് വരെ, 4 വയസ്സ് മിനിമം.
മിനിമം ആ കാലയളവിലെങ്കിലും ദയവ് ചെയ്ത് സ്ക്രീൻ കൊടുക്കാതിരിക്കുക. അവരുടെ ബ്രെയിൻ ഒന്ന് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് അവർക്ക് വേണ്ട എല്ലാ എബിലിറ്റീസും ഒന്ന് കിട്ടിക്കോട്ടെ. അപ്പം അതൊക്കെ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. 16-17 ഇയേഴ്സ് വരെ സോഷ്യൽ മീഡിയ എക്സ്പോഷർ കൊടുക്കരുത്. ഒരു ടീനേജ് ആവുന്ന ഒരു 17 വയസ്സ് വരെ. ഇപ്പോഴും പുതിയ ഒരു സ്റ്റഡി പറയുന്നത് 13 to 15 ഇയേഴ്സ് ഉള്ള കുട്ടികളിൽ 40% കുട്ടികളും ന്യൂഡിറ്റി. ഈ അടുത്തിടയ്ക്ക് മാർക്ക് സുക്കംബർഗ് പുള്ളി സോറി പറഞ്ഞു പബ്ലിക് മീഡിയയിൽ. പുള്ളി പബ്ലിക്കായിട്ട് ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്തു, വാട്ട് യു ഹാവ് ടു സേ അബൌട്ട് ഇൻസ്റ്റാഗ്രാം ഷോയിങ് ന്യൂഡിറ്റി ടു ചിൽഡ്രൻ ബിറ്റ്വീൻ 13 to 15. അതിപ്പോ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ അതുപോലെയുള്ള കണ്ടന്റുകൾ ഉണ്ട്. എല്ലാ ഇൻസ്റ്റാഗ്രാമില് നിങ്ങളിപ്പോ ഒരു സെൽഫി 10 സെൽഫി ഇട്ടു, നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ സെൽഫി ഡിലീറ്റ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി അത് അതിന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉള്ള കമ്പനിക്ക്. അവര് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടാണ് ഡിലീറ്റ് ആക്കിയത്. വരാൻ തുടങ്ങുന്നത് ബ്യൂട്ടി പ്രോഡക്ട്സിന്റെ ആഡ്സ് ആയിരിക്കും. ഇത് ശരിക്കും ഒരു അതിന്റെ അൽഗോരിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കുട്ടികളെയാണ് മെയിൻ ആയിട്ട് ടാർഗറ്റ്. കുട്ടികൾ ഭയങ്കര ഇൻസെക്യൂറാ. അയ്യോ ഞാൻ ഇയാളെ പോലെയല്ല, ഞാൻ മറ്റേ കൈലിയെ പോലെയല്ല, പുതിയ കുറെ ആൾക്കാരുണ്ട് BTS എന്നാരെ പോലെയല്ല, എനിക്ക് അതാണ് ഭയങ്കര കൊറിയൻ സ്കിന്ന്. പിന്നെ പണ്ടത്തെ പോലെ പണ്ട് 25 മക്കളുള്ള വീട്ടില് ലാസ്റ്റ് കുഞ്ഞിന് എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ പറയും ലാസ്റ്റ് ആളുടെ പാത്രത്തിൽ കഞ്ഞി വിളമ്പാനില്ലെങ്കിലും ഡിപ്രഷൻ ഇല്ല, സൂയിസൈഡ് ഇല്ല. പക്ഷെ ഇന്ന് മൊബൈൽ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഓടിപ്പോയി സൂയിസൈഡ് ചെയ്യും. അപ്പൊ ഈ കുട്ടികൾക്ക് ജനറൽ ജീവിതത്തിൽ നിന്നുള്ള എക്സ്പീരിയൻസസ് ഇല്ല. അച്ഛൻ്റെ അമ്മയുടെയും ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർത്തണം. അറിഞ്ഞ് വളർത്തുക എന്ന് പറയാൻ ഡെയിലി അവരോട് സംസാരിക്കുക. ഡൈനിങ് ടേബിളിൽ ഇപ്പം നമ്മൾ ക്ലിനിക്കിലെ പ്രശ്നങ്ങൾ മോളോട് പോയിട്ട് പറയും, ഇങ്ങനെ ഒരു കാര്യമാണ്, ഇങ്ങനെ ഒരു പ്രശ്നമാണ്. പിറ്റേ നമ്മൾ ചോദിക്കും, അമ്മ ആ സ്റ്റാഫിനെ കിട്ടിയോ? നമ്മളെ ആയിരിക്കും അന്നേരം ഒന്നും പറയത്തില്ല, പക്ഷെ നെക്സ്റ്റ് ഡേ ഷീ ലാസ്റ്റ് നമ്മൾ ഇത് സോൾവ് ആയോ. അപ്പം നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ അത്ര ഈസി ബെഡ് ഓഫ് റോസസിലല്ല, നമ്മൾ പ്രശ്നങ്ങൾ കൂടെയാണ് പോകുന്നത്. ഇത് മനസ്സിലാക്കിയത് എൻ്റെ അച്ഛനും അമ്മ ഇത്രയും പറയുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞ അവരും കാര്യങ്ങളും തുറന്ന് പിള്ളേരോട് സംസാരിക്കില്ല. ഒരു 3-3.5 വയസ്സ് മുതൽ കുട്ടികളെ ദൈനംദിന കാര്യങ്ങൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ്. വീട്ടിലെ സാധനങ്ങൾ മേടിക്കാം, മോനെ അടുക്കളയിൽ പോയി നോക്കിക്കേ എന്തൊക്കെ സാധനം ലിസ്റ്റ്. അവർക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ ലിസ്റ്റ് എടുപ്പിക്കണം. കടയിൽ കൊണ്ടുപോകുമ്പോൾ അവരെയും കൊണ്ട് ഇതൊക്കെ സിമ്പിളായിട്ട് സൂപ്പർ മാർക്കറ്റ് കുഞ്ഞു കാറേ ഇരുന്നോട്ടെ, ഞാൻ അങ്ങനല്ല. അവരെ എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. ഇന്ന് കുഞ്ഞുങ്ങൾ ഒന്നിന്റെ പാർട്ടല്ല, അവരൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അവരെന്തോ ഭയങ്കര ഒരു ഹൈഫൈ സംഭവമാണ്, ഒരു നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയല്ല, പണ്ട് കുഞ്ഞുങ്ങളെല്ലാം ഇറങ്ങി നമ്മൾ എന്താ പറയാ മണ്ണിലും ചെളിയിലും ഒക്കെ നടത്തിച്ചവരെ വളർത്തണം. നമ്മുടെ മരണ വീട്ടിൽ കൊണ്ടുപോകണം, കല്യാണ വീട്ടിൽ കൊണ്ടുപോകണം, 2 ദിവസം സ്കൂള് പോട്ടെ. എല്ലായിടത്തും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ മനുഷ്യരെന്താന്ന് മനസ്സിലാക്കണം. അത് സമൂഹത്തിൽ നിന്നാണ് പഠിക്കുന്നത്. എല്ലാം ആർക്കേ പറ്റുള്ളൂ, രക്ഷിതാക്കൾക്കേ പറ്റും. രക്ഷിതാക്കൾ വിചാരിക്കാതെ ഇനി ഒരു ജനറേഷനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാനോ ഒരു പ്രോപ്പർ പേരന്റിങ്ങോ പ്രോപ്പർ ജനറേഷനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം പോലും ഇവരെ ബാധിക്കുന്നുണ്ട്. സംസാരം പോലും, അവർ തമ്മിലുള്ള ലാംഗ്വേജ്. അച്ഛനെ സ്നേഹിക്കണമെങ്കിൽ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അതെ, തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും പറഞ്ഞു, അച്ഛനെ അമ്മ എങ്ങനെ കാണുന്നു അതാ അങ്ങനെ കുട്ടി അച്ഛനെ കാണുള്ളൂ. അപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ പേരൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരും. ഈ സിനിമ കാണുന്ന പേരൻസിന് ഭയങ്കരമായിട്ട് എന്താ പറയാ, എൻ്റെ മക്കൾ ഇങ്ങനെ ആവരുത് ഇത്, അതിനാണ് ഡോക്ടർ ആയാലും നന്നായിട്ട് ഇതിൽ ഇവോൾവ് ചെയ്തതല്ലേ. തീർച്ചയായിട്ടും. ഞാൻ ഈ സിനിമയിൽ അത്രയും ഇൻവോൾവ് ആവാനും എൻ്റെ സജഷൻസ് കൊടുക്കാനുള്ള കാരണം ഞങ്ങളിത് ഡെയിലി കാണുന്ന പ്രശ്നമാണ്. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ അവർ ഇത്രയും നല്ലൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു തീം, വളരെ റയറാണ് ഇങ്ങനത്തെ തീമൊക്കെ അതും. പിന്നെ ടാക്സ് കുറച്ച് തന്നിട്ടുണ്ടല്ലേ സർക്കാർ, ഗവൺമെന്റ് ടാക്സ് എക്സംഷൻ തന്നു. അതൊരു വളരെ ഒരു നല്ല കോസാണ് ഈ ടീം ചെയ്തത്. അതിനെയാണ് ശരിക്കും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇദ്ദേഹം വളരെ നന്നായിട്ട് ആക്ട് ചെയ്തു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു റെസ്പോൺസിലൊക്കെ. നന്നായിട്ട് ചെയ്തു. അപ്പൊ എന്താണ് ഇനി സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് ഇതിന് കളയുന്ന സമയം ഒട്ടും വേസ്റ്റ് അല്ല. ദയവേത് നിങ്ങൾ ഒരു ദിവസം കൊണ്ടുപോയി നിങ്ങൾ എല്ലാവരും കുടുംബമായിട്ടിരുന്നൊന്ന് കാണുക. അത് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളോട് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായമാണ്. ഒരു കുഞ്ഞെങ്കിലും രക്ഷപ്പെടട്ടെ. 1000 കുഞ്ഞുങ്ങൾ കാണുമ്പോ ഞാൻ പറഞ്ഞ 10 കുഞ്ഞുങ്ങളെങ്കിലും ചിന്തിക്കും, ഞാൻ ആ ചേച്ചിയെ പോലെ ആവരുതെന്ന്. ഒരു 10 കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ. ഇന്നലെ പോയപ്പോ കുട്ടികൾ പറഞ്ഞു, ചേച്ചിനെ പോലെയൊന്നും അല്ല ഞങ്ങള്, ചേച്ചി ഭയങ്കര അഡിക്റ്റ് ആണ്, നമ്മളങ്ങനെയല്ല, ചേച്ചിയെ മാറ്റണ്ടേ, ഞങ്ങൾ അതുപോലെ. ഏതായാലും നല്ലൊരു വിജയം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.